പശ്ചിമബംഗാളിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി CPM കേന്ദ്ര കമ്മിറ്റി അംഗം ജഗ്മതി സാങ്വാൾ രാജിവെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് CPM ബന്ധം സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് രാജിവെച്ചത്. അവരുടെ വാക്കുകളിലേക്ക്. Jagmati Sangwan, member of Central Committee of CPIM, and today I am resigning from CC and party membership in protest against what the decision has been made by the PB over here today regarding the political tactical line adopted in the electoral battle of West Bengal. So, Madam, have you submitted your resignation? I have spoken verbally in the meeting. What's the decision taken by the What is the decision? The decision is that their position was not in consonance with the Party Congress line. PTL, political tactical line. Yeah. Whereas I feel it was a violation. Oh, what's your next step? They decided to continue with the type with Congress. What's your next step? What is the PB's decision on this matter? After this, I will look for some new political combination where the gender issues, Dalit issues, and all find place, more place. मैम, बहुत दिन से ये बातें चल रहा था कि बंगाल पार्टी जो डिसीजन लिया है वो पार्टी लाइन के बराबर नहीं था, तो इसी के खिलाफ क्या आपने रेजिग्नेशन दे दी? हाँ, वो जो उन्होंने किया वो एक चीज़ है, लेकिन उसकी जो अभी हैंडलिंग हमारे PB और CC के द्वारा की गई वो एक दूसरी चीज़ है, और वो जो हैंडलिंग है उसके ऊपर मेरा मतलब സന്തോഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. സന്തോഷ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നിലപാടിൽ കോൺഗ്രസ് സഖ്യം സംബന്ധിച്ച ചർച്ചകൾ PBയിലും ഒപ്പം കേന്ദ്ര കമ്മിറ്റിയൊക്കെ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ രാജി. വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്താണ്? പ്ലീനത്തിൻ്റെ വയലേഷൻ അടക്കം എടുത്തു പറയുന്നുണ്ട്. രാജിക്ക് പിന്നിലെ കാര്യങ്ങൾ, മുന്നോട്ട് പറഞ്ഞ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ. പ്രജീഷ്, 3 ദിവസമായി തുടരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് അവലോകനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ തന്നെ പശ്ചിമ ബംഗാളിലെ പാർട്ടി ഘടകം കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതിനെ സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. ഈ കേന്ദ്ര കമ്മിറ്റി ചർച്ചയിലും നിരവധി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച നയം പാർട്ടി നയവുമായി യോജിക്കുന്നതല്ല എന്നുള്ള വിമർശനവും ഉന്നയിച്ചിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചർച്ചകൾ പൂർത്തീകരിച്ച് ചർച്ചയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോ ഇത് രാവിലെ യോഗം ചേരുകയും അത്തരത്തിലുള്ള ഈ പാർട്ടി ചർച്ചയിൽ നിന്ന് ഉയർന്നു വന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച നടപടി പാർട്ടി നയത്തിന് യോജിച്ചതല്ല എന്നുള്ള തരത്തിൽ തന്നെ വിലയിരുത്തൽ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഹരിയാനയിൽ നിന്നുള്ള പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവുമായ ജഗ്മതി സാങ്വാനാണ് ഈ തീരുമാനം മാത്രം പോരാ, പാർട്ടി തത്വങ്ങൾ പശ്ചിമ ബംഗാൾ ഘടകം ലംഘിച്ചിരിക്കുന്നു, പാർട്ടി കോൺഗ്രസ് സ്വീകരിച്ച രാഷ്ട്രീയ നയത്തിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു, അത് പാർട്ടി നയത്തിന്റെ കൃത്യമായ ലംഘനം നടത്തി എന്നുള്ള തരത്തിൽ തന്നെ പോളിറ്റ് ബ്യൂറോ വിശദീകരണം ഉണ്ടാകണം, അത്തരത്തിൽ നടപടി ആവശ്യപ്പെടണം. ഇത്തരത്തിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരു ആവശ്യമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉന്നയിച്ചത്. ഈ കേന്ദ്ര കമ്മിറ്റിയിൽ ഇവർ ഈ ആവശ്യം ഉന്നയിച്ച ഉടൻ തന്നെ മറ്റ് ചർച്ചകൾക്ക് കാത്തു നിൽക്കാതെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഇവർ ഇറങ്ങിപ്പോകുകയായിരുന്നു. ജഗ്മതി സാങ്വാൻ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങി വന്ന് പുറത്ത് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെക്കുന്നതായുള്ള കാര്യം വ്യക്തമാക്കിയത്. കൂടുതൽ വിശദാംശങ്ങൾ ഇവർ വ്യക്തമാക്കിയിട്ടുമില്ല. ഇവർ പറയുന്ന ജഗ്മതി സാങ്വാൻ പറയുന്ന പ്രധാന കാരണം താൻ ഉന്നയിച്ച തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോളിറ്റ് ബ്യൂറോ കടന്നിട്ടില്ല. തീർച്ചയായും ഇത് പാർട്ടി ലംഘനം എന്നുള്ള തരത്തിൽ തന്നെ പശ്ചിമ ബംഗാൾ ഘടകത്തിന്റെ നടപടിയെ വിലയിരുത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇവർ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും മറ്റു തരത്തിലുള്ള ചർച്ചകൾക്ക് അല്ലെങ്കിൽ അനുനയ ശ്രമങ്ങൾക്കൊന്നും തയ്യാറാകാതെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഇവർ ഇറങ്ങിപ്പോവുകയായിരുന്നു. അതായത് സന്തോഷ്, വ്യക്തിപരമല്ല രാജി, നിലപാടുകൾ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ആ ചർച്ചകൾക്ക് പോലും ഒരു പക്ഷേ കാത്തു നിൽക്കാതെ
എന്തായാലും കേന്ദ്ര കമ്മിറ്റി ഒരു നിലപാട് ചർച്ച ചെയ്യുകയും അതിലെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പശ്ചിമബംഗാൾ ഘടകത്തോടടക്കം വിശദീകരണമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രാജി വെച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അനുനയത്തിനോ ഒന്നും തന്നെ ഇട നൽകാത്ത ഒരു രാജി അത് നൽകുന്നൊരു സന്ദേശം കൂടി ചർച്ച ചെയ്താൽ. പ്രജീഷ്, അവർ ഒരു തരത്തിലുള്ള അനുനയത്തിനും താനില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും ഇനി തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാജിവെച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ചർച്ചക്കും തയ്യാറല്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടി പ്രവർത്തനം പൂർണ്ണമായും അവസാനിച്ചുകൊണ്ട് മറ്റ് സംഘടനകളുമായി യോജിച്ച് പ്രവർത്തിക്കുക, ദളിത് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രജീഷ്, തീർച്ചയായും അവിടെയാണ് കാരണം ബംഗാൾ ഘടകത്തിന് സംബന്ധിച്ച ഈ പ്ലീനത്തിലെടുത്ത നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ പൂർണ്ണമായും ഒരുപക്ഷെ പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു പ്രാദേശിക തലത്തിലുള്ള അടവ് നയം എന്ന രീതിയിലോ ഒക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചതെങ്കിൽ കൂടിയും ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ എന്താണ് അവിടെ ഘടകം കൈക്കൊണ്ട നിലപാട് അത് ഒരുപക്ഷെ മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പോലും വിശദീകരിക്കാൻ കഴിയാത്ത വിധം ഇത് ഇനിയും ചർച്ചകൾക്ക് സാധ്യമാകുന്ന ഒരു ഘട്ടമാണ്, അല്ലെങ്കിൽ സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചനയാണോ ഈ കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ രാജിയിലൂടെ ഒരുപക്ഷെ പുറത്തേക്ക് വരുന്നത്? നിലപാട് സംബന്ധിച്ച് അത് തെരഞ്ഞെടുപ്പിലെ ആ സഖ്യം സംബന്ധിച്ച് അതിലേക്ക് ചൂണ്ടിക്കാട്ടിയാൽ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറല്ല, ഏകപക്ഷീയമായി രാജി പ്രഖ്യാപിച്ച് പുറത്തിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും പാർട്ടി പാർട്ടിയിൽ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരും. ഈ അഭിപ്രായങ്ങൾ പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യും. പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്തതിന് ശേഷം ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചുകൊണ്ട് പാർട്ടി അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടി തീരുമാനവുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് പാർട്ടി അംഗങ്ങളുടെ കടമ. അല്ലെങ്കിൽ ഈ തീരുമാനം പിന്നീട് സ്വന്തമായിട്ടുള്ള തീരുമാനം പാർട്ടി അംഗങ്ങൾക്കില്ല. അത്തരത്തിലുള്ള ഒരു നടപടിക്രമമാണ്, അത്തരത്തിലുള്ള ഒരു ഭരണഘടന CPM-ന് ഉള്ളത്. എന്നാൽ ഇപ്പോൾ ഈ ജഗ്മതി സാങ്വാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാകട്ടെ സ്വന്തം കാര്യം, അതായത് പശ്ചിമബംഗാൾ പാർട്ടി സ്വീകരിച്ച രാഷ്ട്രീയ നയം പാർട്ടിയുടെ നയവുമായി യോജിക്കുന്നതല്ല എന്നുള്ള വിലയിരുത്തൽ കേന്ദ്ര കമ്മിറ്റിയും അതോടൊപ്പം തന്നെ പാർട്ടി പോളിറ്റ് ബ്യൂറോയും എല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്ന് ഇത് പാർട്ടി തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നുള്ള തരത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൂടാതെ മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അല്ലാതെ ഇത്തരത്തിൽ ലളിതവൽക്കരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇവർ കേന്ദ്ര കമ്മിറ്റിയിൽ വ്യക്തമാക്കി. എന്നാൽ അതിനെ തുടർന്ന് മറ്റ് ചർച്ചകൾക്കും സമവായങ്ങൾക്കും എല്ലാം തന്നെ പാർട്ടി തയ്യാറാകുമായിരുന്നെങ്കിലും അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കാനും അവർ തയ്യാറായില്ല. അവർ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പുറത്തിറങ്ങി വരികയും മാധ്യമപ്രവർത്തകരെ കണ്ട് താൻ രാജിവെക്കുകയാണ്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുകയാണ്, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. അതിനുശേഷവും അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പാർട്ടിയുടെ മറ്റ് ഭാഗങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകർ അത്തരത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് തയ്യാറാണോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. സന്തോഷിലേക്ക് എത്താം. ജഗ്മതിയുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. നിലപാട് സംബന്ധിച്ചുള്ള വയലേഷൻ, പാർട്ടി പ്ലീനം കൈക്കൊണ്ട നിലപാടിൽ വെള്ളം ചേർക്കലായി പോയി സഖ്യം എന്ന തരത്തിലാണ് ജഗ്മതി സാങ്വാൻ, ജനാധിപത്യ മഹിളാ കോൺഗ്രസ് മഹിളാ പ്രതിനിധി, അസോസിയേഷൻ പ്രതിനിധി കൂടിയായ ജഗ്മതി പ്രതികരിച്ച് അവരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. I am resigning from CC and party membership in protest against what the decision has been made by the PB over here today regarding the political tactical line adopted in the electoral battle of West Bengal. The decision is that their position was not in consonance with the Party Congress line, PTL, political tactical line, whereas I feel it was a violation. സന്തോഷ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയാണ് ജഗ്മതി. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു
CC കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ രാജിയോടുകൂടി ഇക്കാര്യത്തിൽ ഈ വിഷയത്തിലുള്ള ചർച്ചകൾ സജീവമാവുകയാണ്, സങ്കീർണമാവുകയാണ്. കേന്ദ്ര കമ്മിറ്റി ഇക്കാര്യത്തിലുള്ള വീഴ്ച സംബന്ധിച്ച് വലിയ തോതിൽ ചർച്ചകൾ നടത്തുന്നു. അതിനപ്പുറത്തേക്ക് വിശാല തലത്തിൽ പാർട്ടി പ്ലീനം കൈക്കൊണ്ട നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന ശക്തമായ ഒരു സന്ദേശം കൂടി ഈ രാജിയിലൂടെ പുറത്തേക്ക് വരുന്നു. എന്തായാലും വസ്തുതകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ ഇനിയും മുന്നോട്ട് പോകേണ്ടി വരും എന്ന സൂചനയാണോ ഒരു പക്ഷേ ഈ രാജിയിലൂടെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്? സന്തോഷ്. പ്രജീഷ്, പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം അല്ലെങ്കിൽ പാർട്ടിയുടെ ഭരണഘടനയിൽ പറയുന്ന കാര്യം ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സംസ്ഥാന ഘടകങ്ങൾ സ്വീകരിക്കുന്ന പാർട്ടി നയ വ്യതിചലനം, അതോടൊപ്പം തന്നെ പാർട്ടി അംഗങ്ങൾ സ്വീകരിക്കുന്ന അച്ചടക്ക ലംഘനം, ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം സാധാരണഗതിയിൽ പാർട്ടി സ്വീകരിക്കാറുള്ള നിലപാട് ഈ പാർട്ടി അതാത് ഘടകങ്ങളിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കേന്ദ്ര കമ്മിറ്റി പശ്ചിമ ബംഗാൾ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് പോലും സമയം കണ്ടെത്താനാകാത്ത വിധം അല്ലെങ്കിൽ അതിന് ആ ചർച്ചകളിലേക്ക് കടക്കാതെ പശ്ചിമ ബംഗാൾ ഘടകത്തെ സംബന്ധിക്കുന്ന പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിക്കുന്ന ചർച്ചകൾ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും പുരോഗമിക്കുകയും ചെയ്തത്. അത്തരത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു വന്ന ചർച്ചകളുടെ വെളിച്ചത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോളിറ്റ് ബ്യൂറോ ഇന്ന് രാവിലെ യോഗം ചേർന്ന് ഈ ചർച്ചകൾക്കുള്ള മറുപടി തയ്യാറാക്കിയത്. ഈ മറുപടിയിലും പാർട്ടി വ്യക്തമാക്കുന്ന കാര്യം പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച രാഷ്ട്രീയ നയം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പൊളിറ്റിക്കൽ ടാക്ടിക്കൽ ലൈൻ അല്ലെങ്കിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നയത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിന് യോജിക്കാത്ത തരത്തിലുള്ള ഒരു തീരുമാനമാണ് പശ്ചിമ ബംഗാൾ ഘടകം എടുത്തത് എന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ വിലയിരുത്തുകയും കേന്ദ്ര കമ്മിറ്റിയിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ജഗ്മതി സാങ്വാനിൻ്റെ പ്രധാന ആവശ്യം ഇത് പാർട്ടി ലംഘനമാണ് അല്ലെങ്കിൽ വയലേഷൻ ഓഫ് ദ പൊളിറ്റിക്കൽ ആൻഡ് ടാക്ടിക്കൽ ലൈൻ എന്നുള്ള തരത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഇത് കൂടാതെ അത്തരത്തിൽ പാർട്ടിയുടെ തത്വങ്ങൾ നയം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യവും അവർ ഉന്നയിക്കുകയായിരുന്നു. ഏതായാലും പക്ഷേ പിന്നീട് ഈ കേന്ദ്ര കമ്മിറ്റി ചർച്ചകൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് പോളിറ്റ് ബ്യൂറോ ഇതിന് മറുപടി പറഞ്ഞത്. പിന്നീട് അങ്ങോട്ടുള്ള ഒരു ചർച്ച എന്നുള്ളത് കേന്ദ്ര കമ്മിറ്റിയിലില്ല പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച്. എന്നാൽ മറ്റ് ചർച്ചകൾക്കൊന്നും തയ്യാറാകാത്ത വിധമാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി പുരോഗമിക്കുന്നതിനിടെ കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങി വന്നത്. അങ്ങനെ ഏകപക്ഷീയമായി രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. ഏതായാലും ഇനി തുടർ ചർച്ചകൾക്ക് തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി ജഗ്മതി സാങ്വാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രജീഷ്. SM സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ബംഗാളിലെ കോൺഗ്രസ് CPM ധാരണയിൽ പ്രതിഷേധിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ജഗ്മതി സാങ്വാൻ രാജിവെച്ചിരിക്കുന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ജഗ്മതി. വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്നും സന്തോഷ് നൽകിയത്.